ഹലോ ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്ന് നമ്മൾ നമ്മുടെ മോഡ്യൂൾ ഫോറിലേക്ക് കടക്കുകയാണ്. മോഡ്യൂൾ ഫോറിൽ നമുക്ക് മെയിനായിട്ട് രണ്ട് ടോപ്പിക്സാണ് പഠിക്കാനുള്ളത്. കൺസോളിഡേഷനും അതുപോലെ തന്നെ കോമ്പാക്ഷനുമാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടോപ്പിക്സും ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതാണ്. ഒരുപാട് എക്സാംസിനൊക്കെ ചോദിച്ച് കണ്ടുവരുന്ന രണ്ട് ടോപ്പിക്സാണ് ഈ കൺസോളിഡേഷൻ ആണെങ്കിലും കോമ്പാക്ഷൻ ആണെങ്കിലും. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഗേറ്റ് പോലുള്ള എക്സാംസിനും PSC എക്സാംസിനും എന്തിനാണേലും ഇതുപോലത്തെ പല എക്സാംസിനും ഇതുപോലുള്ള ഈ രണ്ട് ടോപ്പിക്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ കൺസോളിഡേഷനും കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ മോഡ്യൂളിൽ നമുക്ക് ഇത് രണ്ടുമാണ് കവർ ചെയ്യാനുള്ളത് മെയിനായിട്ട്. കൺസോളിഡേഷനകത്ത് നമ്മുടെ സിലബസിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, കൺസോളിഡേഷനിൽ നമുക്കുള്ള അതിൻ്റെ കൺസെപ്റ്റ് പഠിക്കണം, എന്താണ് കൺസോളിഡേഷൻ എന്ന് പഠിക്കണം, അതിൻ്റെ എക്സ്പെരിമെൻ്റ് ഉണ്ട്, നമ്മളത് ലാബിൽ ചെയ്യുന്ന ലബോറട്ടറി മെത്തേഡുണ്ട്, അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്ന കുറച്ച് ഗ്രാഫ്സ് ഉണ്ട്, ആ ഗ്രാഫിൽ കൂടെ കിട്ടുന്ന കുറച്ച് ഇൻഡൈസസും അതുപോലെ തന്നെ കുറച്ച് കോൺസ്റ്റൻസ് അല്ലെങ്കിൽ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണം. പിന്നെ അതിനുശേഷം ടെർസാഗീസ് തിയറി ഓഫ് വൺ ഡയമെൻഷണൽ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞ ടെർസാഗിയുടെ ഒരു തിയറി ഉണ്ട്. പിന്നെ ആവറേജ് ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ, ടൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് ടേംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് അതിനെ ബേസ് ചെയ്തുള്ള ചില ന്യൂമറിക്കൽ പ്രോബ്ലംസോടെ ചെയ്ത് തീരുമ്പോൾ നമ്മുടെ കൺസോളിഡേഷൻ കഴിയും. ശേഷം നമുക്ക് പഠിക്കാനുള്ളത് കോമ്പാക്ഷനാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്തുകൊണ്ടാണ് കൺസോളിഡേഷനെയും കോമ്പാക്ഷനെയും നമ്മൾ രണ്ടായിട്ട് പറയുന്നത്, എന്താണ് തമ്മിലുള്ള ഡിഫറൻസ് എന്നൊക്കെയാണ് നമ്മൾ കോമ്പാക്ഷനകത്ത് പഠിക്കുന്നത്. കോമ്പാക്ഷനകത്ത് നമ്മൾ ഇതിനെ ഡിഫറൻസ് പറയും, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൺസോളിഡേഷൻ ആൻഡ് കോമ്പാക്ഷൻ. ആൻഡ് കോമ്പാക്ഷൻ്റെ IS ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ആൻഡ് ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റുകൾ, പിന്നെ അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്ന ഒരു ഗ്രാഫുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കും. അതിനുശേഷം ഫീൽഡ് കോമ്പാക്ഷൻ മെത്തേഡ്സ്, അതായത് നമ്മുടെ ഫീൽഡിൽ എങ്ങനെയാണ് കോമ്പാക്ട് ചെയ്യുന്നത്, ഏതൊക്കെ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ കവർ ചെയ്യാനുള്ളത്. നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് കൺസോളിഡേഷൻ? അപ്പം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പം കൺസോളിഡേറ്റഡ് ആവുക, അല്ലെങ്കിൽ നമ്മുടെ മണ്ണ് കൺസോളിഡേറ്റഡ് ആവുക, സെറ്റിലാവുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ ഗ്രാജുവൽ പ്രോസസ്സ്. അതായത് ഇപ്പോൾ ഒരു വീട് ഒരു മണ്ണിൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ കെട്ടിയിരിക്കുന്നെങ്കിൽ ആ വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് കാരണം ഉണ്ടാകുന്ന ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന സെറ്റിൽമെൻ്റൊക്കെ പൊതുവെ കൺസോളിഡേഷൻ കാരണമായിരിക്കും. അതൊരു ഗ്രാജുവൽ ആയിട്ടുള്ളൊരു ലോഡിങ് ആയിരിക്കും. വർഷങ്ങളെടുത്ത് സ്ലോലി ഉണ്ടാകുന്ന ഒരു സെറ്റിൽമെൻറ്റിനെ ആയിരിക്കും കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കംപ്രഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ കംപ്രസിബിലിറ്റി എന്ന് പറയാം. അപ്പോൾ നമുക്ക് കൺസോളിഡേഷൻ പഠിക്കുന്നതിന് മുമ്പ് എന്താണ് കംപ്രസിബിലിറ്റി എന്ന് നമുക്ക് നോക്കാം. The compression of soil is due to compression of solid particles and water in voids, compression and expulsion of air in voids, expulsion of water in the voids. അപ്പം കംപ്രഷൻ ഓഫ് സോയിൽ, അതായത് സോയിൽ കംപ്രസ് ചെയ്യാൻ 3 രീതിയിൽ കംപ്രസ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ സോയിലിനകത്തുള്ള സോയിൽ സോളിഡ് മാത്രമായിട്ട് കംപ്രസ് ആവും, അല്ലെങ്കിൽ സോയിൽ സോളിഡും വെള്ളവും കൂടെ ചേർന്ന് കംപ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനകത്തുള്ള എയർ മാത്രം കംപ്രസ്ഡ് ആയിട്ട് എയർ പുറത്തോട്ട് പോവാം, അല്ലെങ്കിൽ വെള്ളം മാത്രമായിട്ട് എക്സ്പെൽ ഔട്ട് ചെയ്യാം. ഒന്നെങ്കിൽ എക്സ്പെൽ ഔട്ട് ചെയ്യുന്നത് വാട്ടർ മാത്രമായിരിക്കും, അതൊരു കണ്ടീഷൻ, അല്ലെങ്കിൽ എയർ മാത്രമായിരിക്കും, അത് മറ്റൊരു കണ്ടീഷൻ, അല്ലെങ്കിൽ ഈ സോളിഡും വെള്ളവും കൂടെ ചേർന്ന് കംപ്രസ് ആവുന്നതായിരിക്കും മൂന്നാമത്തെ കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെ 3 കണ്ടീഷൻസാണ് മെയിനായിട്ട് നമ്മുടെ കംപ്രഷൻ എന്നല്ല കംപ്രസിബിലിറ്റി ഓഫ് സോയിൽ അല്ലെങ്കിൽ കംപ്രഷൻ ഓഫ് എ സോയിൽ എന്ന് പറയുന്നതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എവിടെയാണ് കൺസോളിഡേഷൻ വരുന്നത്? അപ്പോൾ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് മെയിൻലി എക്സ്പൾഷൻ ഓഫ് വാട്ടർ ഫ്രം ദ വോയിഡ്സ്, അതായത് മണ്ണിനകത്തുള്ള സുഷിരങ്ങളിൽ അല്ലെങ്കിൽ വോയിഡ്സിലുള്ള വെള്ളത്തിനെ പുറത്തേക്ക് തള്ളുന്ന, എക്സ്പെൽ ഔട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കൺസോളിഡേഷൻ. ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ സ്റ്റഡി സ്റ്റാറ്റിക് പ്രഷർ, അതായത് വളരെ സ്റ്റഡി ആയിട്ടുള്ള, ഡൈനാമിക് അല്ല, അതായത് ഇടിച്ച് പരത്തി പെട്ടെന്ന് വെള്ളം പുറത്തോട്ട് പോകല്ല, വളരെ പതുക്കെ വർഷങ്ങൾ സമയമെടുത്ത് സ്റ്റഡി ആയിട്ടുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള ലോഡിങ്ങിൽ വെള്ളത്തിനെ പുറത്തോട്ട് എക്സ്പെൽ ഔട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് കൺസോളിഡേഷൻ. അതൊരു കംപ്രഷൻ തന്നെയാണ്, വൺ ഓഫ് ദ കംപ്രഷൻ ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ആ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് കോമ്പാക്ഷൻ? ഇപ്പോൾ ഞാൻ ഇവിടെ തന്നെ വെച്ച് പറയുകയാണ് എന്താണ് കോമ്പാക്ഷൻ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനും ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ തന്നെ പറയുകയാണ്. കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ലോഡിംഗ് ആണ്. ഇപ്പോൾ ഒരു റോഡിനകത്ത് സോയിൽ ഉറച്ചിട്ടില്ലെങ്കിൽ നമ്മളത് കോമ്പാക്ട് ചെയ്യും. നമ്മുടെ ഇവിടെ
എവിടെയെങ്കിലും കയ്യാലയുണ്ട് അല്ലെങ്കിൽ മതിലുണ്ടെങ്കിൽ അവിടുത്തെ സോയിൽ നമുക്ക് എംബാങ്ക്മെൻറ്റ്, അതായത് കെട്ടി നിർത്തണമെങ്കിൽ നമ്മളത് കോമ്പാക്ട് ചെയ്താണ് എംബാങ്ക്മെൻറ്റ് കെട്ടി നിർത്തുന്നത്. നമ്മുടെ റോഡ് ടാർ ചെയ്യുന്നതിന് മുമ്പ് സബ്ഗ്രേഡ് നമ്മൾ കോമ്പാക്ട് ചെയ്യാറുണ്ട്. അതെന്ത് ഉപയോഗിച്ചാൽ കോമ്പാക്ട് ചെയ്യുക? റോഡ് റോളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് കോമ്പാക്ട് ചെയ്യുന്നത്. സോ കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡൈനാമിക് ലോഡിങ്, പെട്ടെന്ന് കൊടുക്കുന്ന ഒരു ലോഡിങ് ടെക്നിക്കാണ്. മാത്രമല്ല അതിനകത്ത് വെള്ളമല്ല എക്സ്പെൽ ഔട്ട് ആവുന്നത്, അതിനകത്ത് വോയിഡ്സിനിടയ്ക്കുള്ള എയർ ആണ് എക്സ്പെൽ ഔട്ട് ആവുന്നത്. സോ ദ മെയിൻ ഡിഫറൻസ് ഈസ് ഇൻ ദ കേസ് ഓഫ് കോമ്പാക്ഷൻ എയർ ഈസ് എക്സ്പെൽഡ് ഔട്ട് ആൻഡ് വൈൽ ഇൻ ദ കേസ് ഓഫ് കൺസോൾട്ടേഷൻ വാട്ടർ വിൽ ബി എക്സ്പെൽഡ് ഔട്ട്. ഓക്കെ, അപ്പം കാര്യം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് അറിയാനുള്ളത് ഞാൻ പറഞ്ഞു, അതായത് ഈ ഗ്രാജുവൽ സിങ്കിങ് ഓഫ് സ്ട്രക്ചേഴ്സ് ഈസ് ഡ്യൂ ടു കൺസോൾട്ടേഷൻ അല്ലേ. ഒരുപാട് സമയമെടുത്ത് ചില സ്ട്രക്ചേഴ്സൊക്കെ സെറ്റിൽ ആവാറുണ്ട്. അപ്പോൾ ഈ സെറ്റിൽമെൻറ്റ് കൺസോൾട്ടേഷൻ കാരണമാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ നമുക്കൊരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഹൗ മച്ച് വുഡ് ദ കംപ്ലീറ്റഡ് ബിൽഡിംഗ് സെറ്റിൽ ആൻഡ് വുഡ് ഇറ്റ് സെറ്റിൽ യൂണിഫോംലി. ഇത് മെക്സിക്കോയിലൊരു ബിൽഡിംഗ് ആണിത്. ഈ ബിൽഡിംഗ് ഒരു പ്രശ്നവും വരാതെ, ബിൽഡിങ്ങിന് ഒരു കോട്ടവും തട്ടാതെ 3.6 മീറ്റർ, അതായത് ഒരു 1.5 നിലയോളം വരുന്ന, അല്ല ഒരു നില കൂട്ടിക്കോ, ഒരു നിലയോളം താഴോട്ട് സെറ്റിലായിപ്പോയി. പക്ഷേ ഈ ബിൽഡിങ്ങിന് ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ബിൽഡിങ്ങിന് ഒരു പ്രശ്നവും ഇല്ലാത്തത്? ബിക്കോസ് അത് മൊത്തത്തിലാണ് താഴോട്ട് സെറ്റിലായിരിക്കുന്നത്. ഒരു പ്രശ്നവും ഇല്ലാതെ യൂണിഫോമിലിയാണ് സെറ്റിൽമെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഡാമേജും ഉണ്ടാവാത്തത്. ഓക്കെ, അപ്പോൾ അതിനൊരു ഫിഗറായിട്ട് കാണിച്ചതേ ഉള്ളൂ. ഇതൊരു ടൈപ്പ് ഓഫ് കൺസോൾട്ടേഷൻ ആണ്. കൺസോൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നതുകൊണ്ടാണ് സെറ്റിൽമെൻറ്റ് ഉണ്ടായത് എന്ന് കാണിച്ചതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പാക്ഷൻ ആൻഡ് കൺസോൾട്ടേഷൻ. നമുക്ക് ആ ഡിഫറൻസ് ഒക്കെ നോക്കാം. സോ നമുക്കത് കോമ്പാക്ഷനകത്ത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, ഇപ്പം തന്നെ ഡിസ്കസ് ചെയ്തങ്ങ് പോവാം. സോ ഞാൻ പറഞ്ഞു, കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡൈനാമിക് ആയിട്ട് പെട്ടെന്ന് കൊടുക്കുന്ന ലോഡിനെയാണ്, റാപ്പിഡ് പ്രോസസ് ഓഫ് വോളിയം റിഡക്ഷൻ ആണ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവൽ പ്രോസസ് ഓഫ് വോളിയം റിഡക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ കോമ്പാക്ഷൻ നമ്മൾ ചെയ്യുന്നത് റോളേഴ്സ് ഉപയോഗിക്കാറുണ്ട്, ടാമ്പേഴ്സ് ഉപയോഗിക്കാറുണ്ട്, വൈബ്രേഷൻ യൂസ് ചെയ്യുന്ന ഡ്രംസ് പോലുള്ള മെഷീൻസ് യൂസ് ചെയ്ത് നമ്മൾ മെക്കാനിക്കൽ മീൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കോമ്പാക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ കൺസോൾട്ടേഷൻ ചെയ്യുന്നത് പക്ഷേ എങ്ങനെ ആയിരിക്കും? സസ്റ്റെയിൻഡ് ആയിട്ടും സ്റ്റാറ്റിക് ആയിട്ടുള്ള ലോഡിങ് ആയിരിക്കും കൊടുക്കുന്നത്. അത് കോമ്പാക്ഷനകത്ത് വേറൊരു കാര്യം എന്താണ് സംഭവിക്കുന്നത്? കോമ്പാക്ഷനകത്ത് എന്താണ് എക്സ്പെൽ ഔട്ട് ചെയ്യുന്നത്? എയർ ആണ് എക്സ്പെൽ ഔട്ട് ചെയ്യുന്നത്. വൈൽ കൺസോൾട്ടേഷനകത്ത് എന്താണ് സംഭവിക്കുന്നത്? വാട്ടർ ആണ് മെയിനായിട്ട് സ്ക്വീസ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, കോമ്പാക്ഷൻ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് പ്രോസസ്സാണ്? ആർട്ടിഫിഷ്യൽ പ്രോസസ്സാണ്. നമുക്കൊരു സ്ഥലം കോമ്പാക്ട് ചെയ്തെടുക്കണമെങ്കിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കോമ്പാക്ഷൻ. അതേസമയം കൺസോൾട്ടേഷൻ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ്സ്. ഓക്കെ, കൺസോൾട്ടേഷൻ ഈസ് എ നാച്ചുറൽ പ്രോസസ്സ്. ബൈ ദ വെയിറ്റ് ഓഫ് ദ ബിൽഡിങ്സ് ആയിരിക്കും കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കോമ്പാക്ഷൻ്റെയും കൺസോൾട്ടേഷൻ്റെയും ഡിഫറൻസ്. സോ ഇനി നമ്മൾ കൺസോൾട്ടേഷനെ നമ്മൾ 3ആയിട്ട് തിരിക്കുകയാണ്. 3 സ്റ്റേജസ് ആർ ദെയർ ഫോർ കൺസോൾട്ടേഷൻ. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഇനിഷ്യൽ കൺസോൾട്ടേഷൻ, സെക്കൻഡ് ഈസ് ദ പ്രൈമറി കൺസോൾട്ടേഷൻ ആൻഡ് തേർഡ് ഈസ് ദ സെക്കൻഡറി കൺസോൾട്ടേഷൻ. അപ്പം നമുക്ക് ഈ കൺസോൾട്ടേഷൻ 3ആയിട്ട് തിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇനിഷ്യൽ കൺസോൾട്ടേഷൻ ആണ്. അപ്പോൾ ഇനിഷ്യൽ കൺസോൾട്ടേഷനിൽ നമ്മളൊരു ബിൽഡിംഗ് പണിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കൺസോൾട്ടേഷൻ്റെ പ്രോസസ്സ് തുടങ്ങുമ്പോൾ ഇനിഷ്യലി എന്താണ് സംഭവിക്കുന്നത്? അതാണ് ഇനിഷ്യൽ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. ആദ്യം സംഭവിക്കുന്നത് എന്തായിരിക്കും? നമുക്ക് പറയാൻ പറ്റും. ആദ്യമേ വെള്ളം അങ്ങ് പുറത്തോട്ട് പോകുമായിരിക്കത്തില്ല ചെയ്യുന്നത്. ആദ്യം നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഈ വോയിഡ്സിനിടയ്ക്കുള്ള എന്തായിരിക്കും പോകുന്നത്? എയർ ആയിരിക്കും പുറത്തോട്ട് പോകുന്നത്. സോ ദ റിഡക്ഷൻ ഇൻ വോളിയം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ലോഡ് ഈസ് കോൾഡ് ഇനിഷ്യൽ കൺസോൾട്ടേഷൻ. നമ്മളൊരു ബിൽഡിംഗ് കെട്ടിക്കഴിഞ്ഞിട്ട് ഉടനെ സംഭവിക്കുന്നതാണ് ഇനിഷ്യൽ കൺസോൾട്ടേഷൻ. ആൻഡ് പാർഷ്യലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിൽ, അതായത് പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് വെള്ളമുള്ള എന്നാൽ കുറച്ച് എയർ ഉള്ള ടൈപ്പ് ഓഫ് സോയിലാണ് പാർഷ്യലി സാച്ചുറേറ്റഡ്. ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വോയിഡ്സിനകത്ത് മൊത്തം എന്തായിരിക്കും? സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ ആയിരിക്കും. ഫുള്ള് വെള്ളമുള്ള സോയിലാണ് ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയുന്നത്. പാർഷ്യലി സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എയറും വെള്ളവും കൂടെ മിക്സപ്പ് ആയിട്ടുള്ള സോയിലാണ് പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇനിഷ്യൽ കൺസോൾട്ടേഷനകത്ത് വരുന്നത്. പാർഷ്യലി സാച്ചുറേറ്റഡ് ആയിട്ട് സോയിൽസിൽ ആദ്യം എന്തായിരിക്കും സംഭവിക്കുന്നത്? എയർ പുറത്തോട്ട് പോകും. കംപ്രഷൻ ഓഫ് എയർ ആൻഡ് ദ കംപ്രഷൻ ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ്. അപ്പം എയർ ആയിരിക്കും എക്സ്പെൽ ഔട്ട് ആവുന്നത്. ഇതാണ് ശരിക്കുമുള്ള കൺസോൾട്ടേഷൻ്റെ പ്രോസസ്സ് നടക്കുന്ന ഒരു സ്റ്റേജ്, പ്രൈമറി കൺസോൾട്ടേഷൻ. ഇതാണ് ഇനിഷ്യൽ കൺസോൾട്ടേഷൻ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് നടക്കുന്ന സ്റ്റേജാണ് പ്രൈമറി കൺസോൾട്ടേഷൻ. ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സസ് പോർ വാട്ടർ പ്രഷർ ഉള്ളത് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എഫക്റ്റീവ് പ്രഷറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? പോർ വാട്ടർ പ്രഷർ ഉണ്ടാവും.
ഡെവലപ്പ് ചെയ്യും. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവും? എക്സസ് ഫോർവേഡ് പ്രഷർ ഡെവലപ്പ് ചെയ്യും. ഒരു ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ഉണ്ടാവും. ഈ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് കാരണം എന്ത് സംഭവിക്കും? വെള്ളം പുറത്തോട്ട് എക്സ്പെൽ ഔട്ട് ചെയ്യും. സോ അങ്ങനെ നമ്മുടെ മൊത്തത്തിലുള്ള വോളിയം കുറയും. അങ്ങനെ എന്തുണ്ടാവും? സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ഉണ്ടാവും. സോ ഇതിലെന്താണ് ശരിക്കും സംഭവിക്കുന്നത്? വെള്ളത്തിനെ എക്സ്പെൽ ഔട്ട് ചെയ്യുന്ന ആ പ്രോസസ്സാണ് പ്രൈമറി കൺസോൾട്ടേഷനിൽ സംഭവിക്കുന്നത്. ഓക്കെ, അടുത്തത് സെക്കൻഡറി കൺസോൾട്ടേഷൻ. ഇത് ഒരുപാട് സമയം പിടിച്ച് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഡൈനാമിക് ആയിട്ട് പെട്ടെന്ന് നടക്കുന്നതല്ല, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ഒരു കൺസോൾട്ടേഷനാണ് സെക്കൻഡറി. ദിസ് ഈസ് ദ തേർഡ് സ്റ്റേജ് ഓഫ് കൺസോൾട്ടേഷൻ ആൻഡ് ഇറ്റ് ഈസ് ദ പ്ലാസ്റ്റിക് റീഅഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ്. ഇതിനകത്ത് ശരിക്കും സംഭവിക്കുന്നത് അഡ്സോർബ്ഡ് ആയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതായത് ഈ പാർട്ടിക്കിൾസിന് ചുറ്റും പൊതിഞ്ഞിരിക്കുന്ന വെള്ളമൊക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഹൈഗ്രോസ്കോപ്പിക് ആയിരിക്കും, അല്ല അഡ്സോർബ്ഡ് ആയിരിക്കും. അതങ്ങനെ പെട്ടെന്ന് ഈ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ഉണ്ടായിട്ട് ഒലിച്ചു പോകുന്ന അല്ലെങ്കിൽ എക്സ്പെൽ ഔട്ട് ചെയ്യുന്ന വെള്ളം ആയിരിക്കത്തില്ല. ഇതിന് ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇത് മെയിനായിട്ട് സ്ലോ റേറ്റിലേ സംഭവിക്കത്തുള്ളൂ. അതുമാത്രമല്ല സോളിഡ് പാർട്ടിക്കിൾസ് മൊത്തത്തിൽ റീഅഡ്ജസ്റ്റ് ആവും. മറ്റേതിൽ സോളിഡ് പാർട്ടിക്കിൾസ് റീഅഡ്ജസ്റ്റഡ് ഒന്നും ആവത്തില്ല, സ്ക്യൂസ്ഡ് ആവും. വെള്ളം ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് വഴി വെള്ളം അങ്ങ് പോവും. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ സോയിൽ മൊത്തത്തിൽ ഒരു ഇളക്കം ഉണ്ടാവും, അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ മൂവ്മെൻ്റ് ഉണ്ടാവും, മൊത്തത്തിൽ അത് റീഅഡ്ജസ്റ്റഡ് ആവും. എന്നിട്ട് അതിനകത്തുള്ള വെള്ളം, ബാക്കിയുള്ള വെള്ളം ഒരു സ്ക്യൂസ് ഔട്ടായി പോകും. അതാണ് ശരിക്കും സെക്കൻഡറി കൺസോൾട്ടേഷനിൽ സംഭവിക്കുന്നത്. നമ്മൾ ശരിക്കും ചെയ്യാൻ പോകുന്നത് പ്രൈമറി കൺസോൾട്ടേഷനാണ്. അതാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പണൻറ്റ് ഇൻ ടോട്ടൽ കൺസോൾട്ടേഷൻ. നമ്മൾ അതാണ് കൺസിഡർ ചെയ്യുന്നത്. കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ പ്രൈമറി കൺസോൾട്ടേഷനെയാണ് കൺസോൾട്ടേഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോ ദിസ് ഈസ് സ്പ്രിംഗ് അനലോഗി ഫോർ പ്രൈമറി കൺസോൾട്ടേഷൻ. അപ്പോൾ ഇത് നമ്മളൊരു ചെറിയ ഒരു ഉദാഹരണം പോലെ നമുക്ക് ഒരു അനലോഗി പോലെ, അതായത് കൺസോൾട്ടേഷനെ നമുക്കൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പോലെ പറയാം. ഓക്കെ, സോ ഇത് നമ്മുടെ സ്പ്രിംഗ് അനലോഗി മോഡലാണ്. അപ്പോൾ ഇതൊരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു സിലിണ്ടർ ഉണ്ട്. ഓക്കെ, ആ സിലിണ്ടറിൻ്റെ അറ്റത്തൊരു പിസ്റ്റൺ ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോഴതറിയാം. ഇപ്പം നിങ്ങൾ എയിലാണെങ്കിലും ബിയിലാണെങ്കിലും സിയിലാണെങ്കിലും ഏത് ഫിഗറിൽ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും അതിലൊരു സിലിണ്ടർ ഉണ്ട്, അതിനകത്തൊരു സ്പ്രിങ് ഉണ്ട്. ഓക്കെ, ആ പിസ്റ്റൺ ആണ് ഒരറ്റത്തുള്ളത്. ആ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു സ്പ്രിങ്, അത് നിങ്ങൾക്ക് കാണാം. അതൊരു എൻഡ് വരെ ഉണ്ട്. ആ സ്പ്രിങ്ങിൻ്റെ നീളം കൊടുത്തിട്ടുണ്ട് 100 mm ആണ്, അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ ആണ് ആ സ്പ്രിങ്ങിൻ്റെ നീളം. പിന്നെ അതുപോലെ തന്നെ ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. പുറത്തോട്ടൊരു പൈപ്പ് പോയിട്ടുണ്ട്, അതിനൊരു വാൽവ് ഉണ്ട്. വാൽവ് ക്ലോസ് ചെയ്തേക്കാണ്. ഫസ്റ്റ് ഫിഗറിൽ ക്ലോസ് ചെയ്തേക്കാണ്, സെക്കൻഡ് ഫിഗറിലും ക്ലോസ് ചെയ്തേക്കാണ്, തേർഡ് ഫിഗറിലും അത് ഓപ്പൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഫിഗറിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു മോഡൽ, ഒരു അനലോഗി, സ്പ്രിംഗ് അനലോഗി നമ്മൾ പ്രൈമറി കൺസോൾട്ടേഷൻ്റെ ഒരു മോഡലായിട്ട് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ശരിക്കും കൺസോൾട്ടേഷനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ? കൺസോൾട്ടേഷനകത്ത് നമുക്ക് വേണ്ടതൊന്ന് സോയിലാണ്, മറ്റൊന്ന് വാട്ടറാണ്, മറ്റൊന്ന് ലോഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പിസ്റ്റൺ ഉള്ളതുകൊണ്ട് പിസ്റ്റണിന് മുകളിൽ ലോഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലോഡുണ്ട്. പിസ്റ്റണിൽ പിടിച്ച് ഞെക്കുമ്പോൾ താഴോട്ട് പ്രസ് ചെയ്യുമ്പോൾ ലോഡിങ് ആവും. അപ്പോൾ ലോഡിങ് ആയി. അപ്പോൾ കൺസോൾട്ടേഷന് വേണ്ടിയുള്ള ആ ബിൽഡിങ്ങിൻ്റെ ലോഡ് അതിൽ വന്നു. അപ്പോൾ ലോഡിനെ നമുക്ക് ബിൽഡിങ്ങിൻ്റെ ലോഡായിട്ട് താരതമ്യം ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് ദ സ്പ്രിങ്. ഇവിടെ സ്പ്രിങ് എന്ന് പറയുന്നത് നമ്മുടെ സോയിലിനകത്ത് സോളിഡായിട്ട് ആക്ട് ചെയ്യും. ഈ സോളിഡ്സിന് ഇടയ്ക്കുള്ള വോയിഡ്സിലെ വെള്ളമായിട്ട് നമ്മുടെ ഈ സിലിണ്ടറിനകത്തെ വെള്ളം ആക്ട് ചെയ്യും. അതായത് നമ്മുടെ ഇതിനകത്ത് മൊത്തം എന്താണ്? ഈ സിലിണ്ടറിനകത്ത് ഫുള്ള് വെള്ളമാണ്. വെള്ളത്തിനകത്ത് ഈ വെള്ളത്തിൻ്റെ സിലിണ്ടറിൻ്റെ ഒരറ്റത്ത് പിസ്റ്റൺ ഉണ്ട്, അതിൻ്റെ അറ്റത്തൊരു വാൽവും ഉണ്ട്, ഒരു സ്പ്രിങ്ങും ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ക്ലിയർ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അത് ഫിഗർ എയെ കുറിച്ച് പറയുകയാണ്. ഫിഗർ എ, വാട്ടർ ഫിൽഡ് ഇൻ സിലിണ്ടർ ഫിറ്റഡ് വിത്ത് എ ടൈറ്റ് ഫിറ്റിംഗ് വെയ്റ്റ്ലെസ് പിസ്റ്റൺ ഹാവിങ് എ വാൽവ്. ഓക്കെ, സിലിണ്ടർ കണ്ടെയ്ൻസ് എ സ്പ്രിംഗ് ഓഫ് ഇനീഷ്യൽ ലെങ്ത് ഓഫ് 100 mm ആൻഡ് സ്റ്റിഫ്നെസ് ഓഫ് 10 mm പെർ ന്യൂട്ടൺ. അതായത് 1 ന്യൂട്ടൺ ലോഡ് കൊടുക്കുമ്പോൾ 10 mm താഴോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് സ്പ്രിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ.
നമ്മുടെ ബൈക്കിലൊക്കെ ഉള്ള ഷോക്ക് അബ്സോർബറിൽ നമ്മൾ ഒരു ഗട്ടർ വീഴുവാണെങ്കിൽ ഇത്ര ലോഡ് താഴെ നിന്ന് മുകളിലോട്ട് വരുമ്പോൾ ആ റിയാക്ഷൻ കാരണം നമ്മൾ ഷോക്ക് അബ്സോർബർ കംപ്രസ്ഡ് ആവും. അപ്പോൾ അത് എത്ര മാത്രമാണ് കംപ്രസ്ഡ് ആവുന്നത്, അതാണ് ഈ 10 mm എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഓർത്താലും മതി. സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിങ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കെ എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ, അതാണ് ഈ 10 mm/N എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ ഫിഗർ ബി. ഫിഗർ ബിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലോഡ് ഓഫ് 1 N നമ്മൾ അപ്ലൈ ചെയ്യാണ്, പക്ഷേ ഈ വാൽവ് ക്ലോസ്ഡ് ആണ്. ഓക്കെ, വാൽവ് ക്ലോസ്ഡ് ആണെങ്കിൽ പുറത്തോട്ട് വെള്ളം പോകുമോ? ഈ സിലിണ്ടറിലെ വെള്ളം പുറത്തോട്ട് പോകുമോ? പോത്തില്ല. അപ്പം ഈ എൻറ്റയർ ലോഡ് എടുക്കുന്നത് ആരായിരിക്കും? എൻറ്റയർ ലോഡ് എടുക്കുന്നത് വെള്ളമായിരിക്കും. കാരണം ഇതിനകത്തുനിന്ന് വെള്ളം പുറത്തോട്ട് പോയാലേ, ഈ വാൽവ് വഴി പുറത്തോട്ട് പോയാലേ ഈ സ്പ്രിങ് ലോഡ് എടുക്കത്തുള്ളൂ. അതുവരെ ലോഡ് എടുക്കുന്ന ആരായിരിക്കും? ഈ വെള്ളം തന്നെ ആയിരിക്കും, അല്ലേ? ഓക്കെ, വാൽവ് ക്ലോസ്ഡ് ആയതുകൊണ്ട് നമ്മൾ ആ പിസ്റ്റണി ഒരു 1 N ലോഡ് കൊടുക്കുന്ന സമയത്ത് ഈ സിലിണ്ടറിനകത്ത് ഫുള്ളി കംപ്രസ്ഡ് ആയിട്ടുള്ള, ഫുള്ളി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും ഈ ലോഡ് എടുക്കുന്നത്. സ്പ്രിങ് ഒരു ലോഡും എടുക്കത്തില്ല. സ്പ്രിങ് എന്ന് പറയുന്നത് സോളിഡ്, നമ്മൾ അങ്ങനെയല്ലേ കമ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ PS എന്ന് പറയുന്നത് 0, അല്ലെങ്കിൽ ഈ സ്പ്രിങ് എടുക്കുന്ന ലോഡ് എന്ന് പറയുന്നത് 0യും PW എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. വാട്ടർ എടുക്കുന്ന ലോഡ് 1 N സോയിൽ അല്ലെ സ്പ്രിങ് എടുക്കുന്ന ലോഡ് 0യും ആയിരിക്കും. അപ്പോൾ ഫിഗർ ബി കഴിഞ്ഞു. അടുത്തത് നമുക്ക് അപ്പം ഇതിൽ എന്താണ് PW, PS, PA ഒക്കെ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. PW എന്ന് പറയുന്നത് വാട്ടർ എടുക്കുന്ന ലോഡ്, PS എന്ന് പറയുന്നത് സ്പ്രിങ് എടുക്കുന്ന ലോഡ്, P എന്ന് പറയുന്നത് ടോട്ടൽ ലോഡ് 1 N. ഓക്കെ, ഇപ്പം ഇനിയും പറയുന്നത് സ്പ്രിങ് അനലോഗിയുടെ ആ ഒരു മെത്തേഡാണ്, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമ്മളിനി മൂന്നാമത്തെ കേസിൽ എന്താണ് ചെയ്യുന്നത്? വാൽവ് നമ്മൾ ഗ്രാജുവലി ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വാട്ടർ എന്ത് ചെയ്യും? ആ വാൽവിൽ കൂടെ വാട്ടർ പുറത്തോട്ട് പോകും, എസ്കേപ്പ് ഔട്ട് ആവും. സ്പ്രിങ് സ്റ്റാർട്ട് ഷെയറിങ് സം ലോഡ് അപ്ലൈഡ്, അല്ലേ? സ്പ്രിങ് കുറച്ച് ലോഡ് എടുക്കാൻ തുടങ്ങും. സോ ഇറ്റ്സ് ലെങ്ത് ദസ് ഡിക്രീസസ്. അപ്പം ആ സ്പ്രിങ്ങിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും? താഴോട്ട് കംപ്രസ്ഡ് ആയിട്ട് വരും. When a portion of load delta P is transferred from water to the spring. ഇനി ഫിഗർ സിയിൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഫിഗർ സിയിൽ കാണാൻ പറ്റുന്നത് സ്റ്റഡി കണ്ടീഷൻസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് വാട്ടർ സ്റ്റോപ്സ് ഫ്ലോയിങ്. ഇപ്പോൾ ഫിഗർ സിയിൽ നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓക്കെ, വാൽവ് ഓപ്പൺ ആണ്, പക്ഷെ ഒരു പോയിന്റിലെത്തുമ്പോൾ പിന്നെ അങ്ങോട്ട് വെള്ളം പോത്തില്ല, ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഉണ്ടാവും. ഓക്കെ, വാട്ടർ സ്റ്റോപ്സ് ഫ്ലോയിങ് ആൻഡ് ദ സ്പ്രിങ് ഒരു പോയിന്റ് വന്ന് നിൽക്കും. അതായത് ആ ആദ്യം പറഞ്ഞ സ്റ്റിഫ്നെസ് ഇല്ലേ, ആ പോയിന്റ് വന്ന് നിൽക്കും. 10 mm ലെങ്ത് ഓഫ് സ്പ്രിങ് കുറഞ്ഞ ഒരു പോയിന്റ് വന്ന് നിൽക്കും. അതായത് ഇതാണ് നമ്മുടെ സിലിണ്ടർ, നമ്മുടെ വാൽവ്. അപ്പോൾ ഈ സ്പ്രിങ് ആദ്യം 100 mm ആണല്ലോ ഇതിൻ്റെ ലെങ്ത്, അതൊരു 10 mm കുറഞ്ഞ് ഈ ഒരു പോയിന്റ് വന്ന് നിൽക്കും. 10 mm ഡിക്രീസ് ആവും, ബാക്കി എത്ര ആവും? 90 mm ആവും. ഓക്കെ, സോ ഇപ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? എൻറ്റയർ ലോഡ് എടുക്കുന്നത് ആരാണ്? സ്പ്രിങ് ആണ്. കാരണം വാട്ടർ എക്സ്പെൽ ഔട്ടായി, ഒരു 10 mm സ്പ്രിങ് താഴുകയും ചെയ്തു. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, പിന്നെ നമ്മളിനി ബിഹേവിയർ ഓഫ് സാച്ചുറേറ്റഡ് സോയിൽ അണ്ടർ പ്രഷർ, അതായത് നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്ത് അനലോഗി മോഡലിനകത്ത് കൺസിഡർ ചെയ്ത്, അതൊക്കെ ആക്ച്വലി എന്തൊക്കെയാണ് അതുമായിട്ട് കമ്പാരിസണിൽ വരുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. സ്പ്രിങ് അനലോഗി മോഡലുമായിട്ടാണ് നമ്മൾ സിമിലറായിട്ട് നമ്മൾ കമ്പയർ ചെയ്തത്. അതിൽ ആക്ച്വലി ഉള്ള സോയിൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സ്പ്രിങ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. വാട്ടർ ഇൻ ദ വോയിഡ്സ് എന്ന് പറയുന്നത് വാട്ടർ ഇൻ ദ സിലിണ്ടർ ആയിട്ട് കൺസിഡർ ചെയ്തു. പെർമിയബിലിറ്റി ഓഫ് സോയിൽ എന്ന് പറയുന്നത് പിസ്റ്റൻ്റെ വാൽവായിട്ട് കൺസിഡർ ചെയ്തു. പോർ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് സിലിണ്ടറിനകത്തെ പ്രഷർ, വെള്ളത്തിൻ്റെ പ്രഷറായിട്ട് കൺസിഡർ ചെയ്തു. എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് സ്പ്രിങ്ങിൻ്റെ സ്ട്രെസ്സായിട്ട് കൺസിഡർ ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മോഡലിൽ ആക്ച്വൽ കേസുമായിട്ട് കമ്പാരിസണിൽ വരുന്ന കാര്യങ്ങൾ.
Okay, when pressure delta sigma 1 is applied to saturated soil mass, the stress is shared by solid and water. As initially delta sigma dash is 0, as entire load is taken up by the water. As water escapes, load is taken up by the solid particles. Eventually, whole of the pressure is transferred to soil solids. Thus, delta sigma dash is equal to delta sigma 1. അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം എന്ന് പറയുന്നത് വാട്ടർ ആയിരിക്കും ലോഡ് മൊത്തം എടുക്കുന്നത്. അതിനുശേഷം ഈ വാട്ടർ എക്സ്പെൽ ഔട്ട് ആയി കഴിയുമ്പോൾ ടോട്ടൽ ഫുൾ ലോഡ് എടുക്കുന്നത് സ്പ്രിങ് ആയിരിക്കും. അങ്ങനെ ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ വാട്ടറിൻ്റെ എക്സ്പെൽ ഔട്ട് മാക്സിമം അല്ലെങ്കിൽ ഒരു 10 mm വരെയുള്ള വെള്ളം വോളിയം ഓഫ് വാട്ടർ എക്സ്പെൽ ഔട്ട് ആയ ശേഷം ഒരു പോയിന്റിലെത്തും. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എത്തിക്കഴിയുമ്പോൾ പിന്നെ ടോട്ടൽ എടുക്കുന്നത് സ്പ്രിങ് ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ മാറി മാറി വരും. 1 Newton അപ്ലൈ ചെയ്യുമ്പോൾ 10 mm കുറഞ്ഞ് സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് 10 mm ആയതുകൊണ്ട് അവിടെ വരെ ആ പോയിന്റ് വരെ, അതായത് 90 mm ലെങ്തേ പിന്നെ കാണത്തുള്ളൂ സ്പ്രിങ്ങിന്. അതിനുശേഷം വീണ്ടും 1 Newton കൊടുക്കുകയാണെങ്കിൽ 10 mm കൂടെ കുറഞ്ഞ് സ്പ്രിങ്ങിൻ്റെ റിഡക്ഷൻ വീണ്ടും 10 mm കൂടെ കുറഞ്ഞ് 80 mm അങ്ങനെ ആയിരിക്കും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. ലോഡ് കൂട്ടി കൊടുക്കും തോറും ആദ്യം വെള്ളമായിരിക്കും ലോഡ് എടുക്കുന്നത്. വാൽവ് തുറക്കുമ്പോൾ വെള്ളം പുറത്തു പോകും. ഇതാണ് കൺസോൾട്ടേഷനിൽ സംഭവിക്കുന്നത്. ലോഡ് കൂടുന്തോറും വാട്ടർ ഇൻ ദ വോയിഡ്സിലുള്ള വെള്ളം പുറത്തോട്ട് പോകും. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ട് കിട്ടുന്ന ഒരു ഗ്രാഫാണ് വോയിഡ് റേഷ്യോ വേഴ്സസ് ടൈം ഗ്രാഫ്. അതായത് വോയിഡ് റേഷ്യോ വൈ ആക്സിസിലും ടൈമിനെ എക്സ് ആക്സിസിലും എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഗ്രാഫാണ് ഈ ഗ്രാഫ്. അതായത് നമ്മൾ സമയം ഇവഞ്ച്വലി നമ്മുടെ സമയത്തിനനുസരിച്ച് വോയിഡ് റേഷ്യോ എന്താണ് സംഭവിക്കുന്നത്? വോളിയം ഓഫ് വോയിഡ്സ് കുറഞ്ഞു വരികയാണ് ശരിക്കും സംഭവിക്കുന്നത്, അല്ലേ? ലോഡിങ് കൊടുക്കും തോറും വോയിഡ്സിലുള്ള വെള്ളത്തിൻ്റെ വോളിയം കുറഞ്ഞു വരുവാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വോയിഡ്സിലുള്ള വോളിയം ഓഫ് ദ വോയിഡ്സ് തന്നെയാണ് കുറയുന്നത്, അല്ലേ? ആക്ച്വലി കുറയുന്നത്. സോ നമുക്ക് ആ ഗ്രാഫ് ഇങ്ങനെ തന്നെ വരയ്ക്കാൻ പറ്റും. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ആണ് പഠിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൺസോൾട്ടേഷൻ ടെസ്റ്റ് ലബോറട്ടറിയിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. പിന്നെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.